ഹലോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനൊരു കുക്കിംഗ് വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ഇട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് തൽക്കാലം കുക്കിംഗ് വ്ളോഗ് എന്ന് തന്നെ പറയാം. യൂഷ്വലി ഫുഡ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിലുപരി എനിക്ക് തോന്നുന്നു എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ല എന്ന് പറയുന്നതായിരിക്കും പ്രോപ്പർ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ആണ് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. കുക്കിംഗ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ആൻഡ് ഈ സ്കില്ല് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും പട്ടിണി കിടന്ന് തട്ടിപ്പോവും ഗൈസ്. അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ കുക്കിംഗ് ചെയ്യുന്നത്. വീട്ടിൽ ചോളം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ നേരെ യൂട്യൂബിൽ കയറി കുറേ റെസിപ്പീസ് തപ്പിയപ്പോൾ അതിനിടയിൽ ചീസ് വെച്ചിട്ടൊരു റെസിപ്പി കണ്ടു. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഈ പാൻ ഒരല്പം ചൂടായപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടു. എന്നിട്ട് ഈ ബട്ടർ ഏകദേശം മെൽറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു 2-3 ഗാർലിക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തു കേട്ടോ. അതൊന്ന് കുറച്ച് മൂത്തപ്പോഴത്തേക്കും ഞാൻ മൈദ മാവ് അതിലോട്ട് ചേർത്തു. എത്രയാണ് ചേർത്തതെന്നൊന്നും എന്നോട് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് അതിനകത്തോട്ട് ഞാൻ മൈദ മാവ് ആഡ് ചെയ്തത്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 2-2.5 ഗ്ലാസോളം പാല് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ കൂട്ടത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് കേട്ടോ, ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതെൻ്റെ വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല. ഇനി ഈ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാനത് മേടിച്ചാലും അത് ഒറ്റ യൂസല്ലേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് ഞാൻ മേടിച്ചില്ല. അതിനുശേഷം ഞാൻ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന കോൺ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ദെൻ കംസ് മൈ ഫേവറേറ്റ് പാർട്ട്, ചീസ്. 2 സ്ലൈസസ് ഓഫ് ചീസാണ് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് അവർ മൊസറല്ല ചീസ് എങ്ങാണ്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ തൽക്കാലം സ്ലൈസ്ഡ് ചീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ചീസ് കഴിച്ചാൽ മതി. അങ്ങനെ ചീസൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അതിനെ സെറ്റാക്കിയെടുത്തു. എന്നിട്ട് ഞാനത് നേരെ ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് ചീസ് കഴിക്കാനുള്ള ആക്രാന്തം അടക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് കഴിച്ചൊക്കെ നോക്കി. ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര മോശമൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിലെല്ലാം വന്നു. പിന്നെ ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണല്ലോ, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇറ്റ് ടേൺഡ് ഔട്ട് നൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.